കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ വർക്കിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണം. കാണാം നമുക്ക് ബോർഡിൽ. വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി കേരള ഗവൺമെന്റ് പല രൂപരേഖകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ചെറുവണ്ണൂരിൽ വന്നിട്ടുള്ള ഒരു മേൽപ്പാല നിർമ്മാണമാണ് ഈ കാണുന്നത്. പൊതുമരാമത്ത് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ ചെറുവണ്ണൂർ വരുന്നത്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള വർക്കുകൾ, മേൽപ്പാലങ്ങൾ എങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3 മാസം മുമ്പാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അന്നൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ചെറിയ രീതിയിൽ ഷെയ്ക്കായിട്ടുണ്ട്, ക്ഷമിക്കുക. ഈ പദ്ധതി സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്റ്റിന്റെ കീഴിൽ ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ ഏകദേശം 89 കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. ഈ റോഡിന്റെ വീതി ഏകദേശം വരുന്നത് 700 മീറ്റർ നീളവും 16 മീറ്റർ വീതിയും. ഫ്ലൈ ഓവറിന് ഇരുവശത്തേക്കും വരുന്ന ഭാഗങ്ങളിൽ സർവീസ് റോഡിന്റെ ഭാഗത്ത് 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡും, താഴെ നമുക്ക് കളിസ്ഥലങ്ങളും പൂന്തോട്ടങ്ങളും അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 30 കോടി രൂപയോളം ചിലവായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ULCC കമ്പനിയാണ്. ഇത് നോക്കി നടത്തുന്ന കേരള റോഡ് ഫ്രണ്ട് ബോർഡിൻ്റെ കീഴിലുള്ള മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ മറ്റു ഭാഗത്തും ഇതുപോലുള്ള വർക്കുകളൊക്കെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മീഞ്ചന്ത അരീക്കോട് ഫ്ലൈ ഓവറിൻ്റെ പണിയും ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കോഴിക്കോട് തന്നെ 10-16 സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. മന്ത്രിയുടെ വാക്കുകൾ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. അങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മുടെ കുളത്തറ ഭാഗത്തേക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ഭാഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ വരാൻ പോകുന്നു. നല്ല രീതിയിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടക്കുന്ന രീതിയിലേക്കാവും. അതിനുള്ളൊരു തുടക്കമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കാണാം, നമുക്ക് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കാണാം. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്ത് അവിടെ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ വന്നിട്ടുണ്ട്. 2 ഡ്രെയിനേജ് സ്ലാബുകൾ കാണുന്നുണ്ട്. ഇത് പൈപ്പ് ലൈന് മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഒന്ന് വെള്ളത്തിൻ്റെ ഡ്രെയിനേജ് വാട്ടർ അങ്ങനെ പോകുന്നതിനുള്ളതാണ്. അങ്ങനെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ആദ്യം തന്നെ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം സെൻട്രൽ ഭാഗങ്ങളിലുള്ള വർക്ക് തുടങ്ങും, പൈലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അതിൻ്റെ മുന്നേ ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ഥലം വിട്ടുകൊടുത്ത വ്യാപാരികളൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ ഹീറോകൾ. ഒരു നാടിൻ്റെ വികസനം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപാരികളും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ വലിയ സപ്പോർട്ടും കൊണ്ടാണ് ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലാതെ ഇനിയുള്ള കാലത്തെ യാത്രകൾ നമുക്ക് സാധ്യമാകും എന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭാഗത്തൊക്കെ ടാറിങ് ചെയ്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കി അതുവഴിയായിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻഭാഗത്തും ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജംഗ്ഷൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന ഈ ഭാഗത്തും ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
ഇവിടെ കാണാം മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഡ്രൈനേജിൻ്റെ മുകളിൽ മൂടി കഴിഞ്ഞാൽ ഇതുവഴിയുള്ള ടാറിങ് ചെയ്താൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടും. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങളൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകൂ. ഇനി മുന്നിൽ വരുന്ന ജംഗ്ഷനിൽ നിന്ന് കൊളത്തറ, കുന്നത്തുപാലം, മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡിൽ വളരെ നേരത്തെ തന്നെ റോഡ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഫുട്പാത്തിൻ്റെ വർക്കുകളാണ്. കാണാൻ നമുക്ക് ടൈല് വിരിക്കുന്ന വർക്കുകൾ വളരെ നല്ല രീതിയിൽ ടൈല് വിരിച്ചിട്ടുണ്ട്. സാധാരണ റോട്ടിൽ വിരിക്കുന്നതിനേക്കാളും നല്ലൊരു രീതിയിൽ ടൈല് വിരിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ വളരെ ശ്രദ്ധയോടെ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ്, കുന്നത്തുപാലം, കുളത്തറ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൈഡിൽ വരുന്ന ഭാഗത്ത് കാണാം ഇവിടെ കട്ട വിരിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ നേരത്തെ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മുൻഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്, കാണാം നമുക്ക്. കണ്ടില്ലേ, വളരെ നല്ല ശ്രദ്ധയോടെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. നല്ല വൃത്തിയുണ്ട്. സാധാരണ റോഡ് വർക്കുകളൊക്കെ ചെയ്യുന്ന പോലെയല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോവില്ല. വളരെ നല്ല രീതിയിൽ ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് വീതിയൊക്കെ കൂട്ടിയെടുക്കാനുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ തന്നെയാണ് ഇവരെ ഈ കമ്പനിയുടെ ആസ്ഥാന സ്ഥലവും കൂടെ ഇവിടെ തന്നെയാണ്. ULCC ഊരാളുങ്കൽ സൊസൈറ്റി കോർപ്പറേറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആസ്ഥാനം ശരിക്ക് കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം കൂടെയാണ്. കമ്പനിയുടെ അഭിമാന പദ്ധതിയായാണ് കാസർഗോഡ് ഒറ്റത്തൂണിൽ വന്നിട്ടുള്ള ഒരു മേൽപ്പാലം. അതിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാനൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ടൊക്കെ പോകാനുള്ള വ്യൂ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയതിൻ്റെ കല്ലിട്ടതാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫറൂഖ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാം. നമുക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ സെൻട്രൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിറയെ പൊടിയും മണ്ണൊക്കെയാണ്. ചെറിയൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും വാഹനങ്ങൾ പോവാൻ. ഇവിടെ പൈലിങ് കഴിഞ്ഞ ഭാഗത്ത് പില്ലർ ക്യാപ്പുകളൊക്കെ പൊട്ടിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി പില്ലറിനുള്ള വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാൻ JCB കാര്യങ്ങളൊക്കെ ഇതാ വാഹനങ്ങൾ നിരനിരയായിട്ടാണ് പോകുന്നത്. സർവീസ് റോഡ് കുറച്ച് വീതി കുറവാണ് എങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പോകാൻ. തൽക്കാലം വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൗണുകളിൽ കേന്ദ്രീകരിച്ച് മേൽപ്പാലങ്ങൾ അത്യാവശ്യമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് റോഡിൻ്റെ വീതി കൂടുന്ന ഒരു സംഭവമൊന്നുമില്ലല്ലോ. അപ്പോൾ ഉള്ള റോഡുകൾ വീതി കൂട്ടി കൊടുക്കുക, മേൽപ്പാലങ്ങൾ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫറൂഖ് പാലം കാണാം. ആ പാലത്തിൻ്റെ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. പാലത്തിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ വരുന്ന ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ പാലം കടന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലൈ ഓവർ കാണാം. വളരെ നല്ല ഇങ്ങനെയുള്ള വികസനങ്ങൾ വരണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യം. അതുപോലെ കേരളയിൽ വരണം. അതിൽ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല, ആര് ഭരിച്ചാലും എങ്ങനെയാണെങ്കിലും നമ്മുടെ നാടിന് വികസനങ്ങൾ വരേണ്ടത് നമുക്ക് ആവശ്യമാണ്, വരും തലമുറകൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതാണ് നമ്മുടെ ഫറൂഖ് പാലം. ഫറൂഖ് പാലത്തിൻ്റെ അടുത്തെത്തി. വളരെ നല്ല രീതിയിൽ ഇവിടെയും വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ പാലാണ് റീവർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പെയിൻ്റൊക്കെ അടിച്ച്
ഇത് രാത്രി കാലങ്ങളിൽ ഈ ലൈറ്റുകളൊക്കെ തെളിയുന്ന കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു മനസ്സിനൊരു സന്തോഷം തോന്നും. ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും വർക്കുകളൊക്കെ കഴിഞ്ഞ് കാണാൻ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം പറയാൻ ഉള്ള രീതിയിലേക്ക് മാറണം. പല സ്ഥലങ്ങളിലും ഇപ്പോഴും നമ്മുടെ ഹൈവേയിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും എവിടെയും കാണുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.